ഹായ് ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഷാഫി പറമ്പലിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഷാഫി പറമ്പലിനെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള വിവാദങ്ങളും മറ്റൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരള ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റിസൾട്ട് എന്ന് പറയുമ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒട്ടുമിക്ക നേതാക്കന്മാരും, ഇനി രമേശ് ചെന്നിത്തല ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണെങ്കിലും 100-ലധികം സീറ്റ് നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് VD സതീശൻ നിരന്തരമായി പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് ഹാൻഡിലുകളൊക്കെ പറയുന്നത് ഇനി 100 കിട്ടിയില്ലെങ്കിലും ഒരു 85 മുതൽ 90 ആ റേഞ്ചിലേക്ക് വന്ന് ഒരു അധികാരം പിടിച്ചെടുക്കാൻ ഡെഫിനറ്റ്ലി കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. ഒരു ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്, അവർ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തുള്ള ഹാൻഡിലുകൾ തുടക്കത്തിൽ അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ ആസ് ഓഫ് നൗ ഇപ്പോൾ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ആദ്യകാലത്ത് 95 സീറ്റ് 99 സീറ്റൊക്കെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് അവരൊന്നും കൂടി അവരുടെ പാർട്ടി ജില്ലാ കമ്മിറ്റികളുടെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഒരു 75-80 സീറ്റൊക്കെ നേടി അധികാരം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. എനിവേ നമ്മുടെ കേരളം ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു മെയ് 4 ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു സമയം വരെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും വിലയിരുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇനി ആര് ഭരിക്കുകയാണെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് വളരെയധികം നല്ല രീതിയിൽ നല്ല മതസൗഹാർദ്ദവും സെക്കുലറിസവും ഡെമോക്രസിയൊക്കെ നിലനിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഷാഫി പറമ്പിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റായി ജനങ്ങൾക്കിടയിലൊക്കെ വരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് പോകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട മീഡിയ ഹൗസുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ ഷാഫി പറമ്പിലിനൊരു ടാർഗറ്റായിട്ട് പിൻ ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ KSU അതുപോലെ യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളിലൊക്കെ തുടങ്ങിയ സംഘടനാ സംവിധാനത്തിലൊക്കെ കടന്നു വന്ന് പാലക്കാടിൻ്റെ ഒരു MLA ആയി മാറിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പാലക്കാടാണ് ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അരേന. അപ്പോൾ പാലക്കാടിൽ നിന്ന് നിരന്തരമായി ജയിച്ചു വരുന്നു. അവസാനം നമ്മുടെ മെട്രോമാനെ വരെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടനേകം എല്ലാ വിഭാഗം ജനങ്ങളും അതിനെ കൈയടിച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. കാരണം BJP ഒരിക്കലും അധികാരത്തിലേക്ക് വരരുത് എന്ന് നമ്മുടെ കേരളത്തിലുള്ള മതേതര മനസ്സുകളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ അങ്ങനെയാണ് പാലക്കാടിൽ ഒതുങ്ങിക്കൂടിയ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഷാഫി പറമ്പിൽ. അപ്പോൾ പാലക്കാടിൽ വന്ന് പാലക്കാടൻ പൊളിറ്റിക്സ് മാത്രം സംസാരിച്ച് ജീവിച്ചു പോകുന്നൊരു പാവപ്പെട്ട വ്യക്തിയായിരുന്നു ആക്ച്വലി ഷാഫി പറമ്പിൽ. പിന്നെയാണ് 2024 ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ലോക്സഭയിലേക്ക്. അപ്പോൾ ഈ ഒരു ഡിക്ലെറേഷൻ നടക്കുന്ന സമയത്താണ് ഷാഫി പറമ്പിൽ നമ്മുടെ കേരള പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ വടകര എന്ന് പറയുന്ന ഒരു ഒന്നുകൂടി മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനിലേക്ക് അവിടെ വന്ന് മത്സരിക്കാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസണായിട്ട് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. അതിലൊന്നാമത്തത് ആക്ച്വലി അദ്ദേഹം പാലക്കാടിൽ നിന്ന് പോരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം അവിടെ തന്നെ ഒതുങ്ങിക്കൂടാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ സമയത്താണ് നമ്മുടെ മുരളീധരൻ്റെ പ്രിയപ്പെട്ട സഹോദരി, കോൺഗ്രസിൻ്റെ ഒക്കെ കേരള കോൺഗ്രസ് KPCCയുടെ ഒക്കെ വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന പത്മജ വേണുഗോപാൽ അവരെന്ത് ചെയ്തു, BJPയിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് അത് കേരളത്തിലെ കോൺഗ്രസ്സിന് കിട്ടാവുന്നൊരു വലിയ തിരിച്ചടിയായിരുന്നു. അതൊരു പക്ഷേ അവരെ പോലെയുള്ള ആൾക്കാർ പത്മജ വേണുഗോപാൽ ഒരു ഇലക്ഷൻ ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഒരു വിജയിക്കുന്നൊരു വിന്നിങ് കാൻഡിഡേറ്റ് ആയി എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു, കോൺഗ്രസ് തകരാൻ പോകുന്നു എന്നുള്ളൊരു നറേഷൻ നമ്മുടെ നാഷണൽ ലെവൽ TV ചാനലുകളിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ സ്റ്റേറ്റിൽ വളരെയധികം ഒരു ഡിഫെൻഡിങ് പൊസിഷനിലേക്ക് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി മാറിയ സമയത്താണ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന നിലയിൽ നേരെ നമ്മുടെ മുരളീധരനെ വടകരയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പത്മജ വേണുഗോപാലിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പത്മജ വേണുഗോപാൽ അവിടേക്ക് മാറിയ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആ മുറിവുണക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു മുരളീധരനെ കൊണ്ടുവന്നത്. എനിവേ ആ ഒരു സ്ട്രോക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിൽ ആര് മത്സരിപ്പിക്കാൻ കഴിയുമെന്ന് അവർ ആലോചിക്കാൻ തുടങ്ങി. കാരണം അവിടെ പ്രധാനപ്പെട്ട എതിരാളിയായി നിൽക്കുന്ന ആരാണ്, ശൈലജയാണ്. സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഇന്ന് CPMന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റാണ് ടീച്ചറമ്മ എന്നൊക്കെ നമ്മൾ വിളിപ്പേരുള്ള നമ്മുടെ ശൈലജ ടീച്ചർ. സോ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പിന്നീട് കോൺഗ്രസ്സിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. സ്വാഭാവികമായിട്ടും പാലക്കാടിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ
വി ഡി സതീശൻ ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് അയക്കാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വടകരയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഓളം, അത് എന്താ പറയുക, നമുക്ക് അത് എങ്ങനെ അത് പറഞ്ഞ് അവതരിപ്പിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വലിയ ഇമ്പാക്റ്റ്, ഒരു കൊടുങ്കാറ്റാണ് ആഞ്ഞു വീശിയത്. അപ്പോൾ ആ ഒരു കൊടുങ്കാറ്റിൽ 2024 ഇലക്ഷനിൽ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചൊരു കാൻഡിഡേറ്റായി മാറുകയാണ്. അപ്പോൾ ആ കാൻഡിഡേറ്റായി മാറി എന്ന് മാത്രമല്ല, ആ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഒരുപാട് രൂപത്തിലുള്ള വർഗീയ ധ്രുവീകരണം നടക്കുന്ന രൂപത്തിലുള്ള പല പരാമർശങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പാലക്കാടിൽ മാത്രം ഒതുങ്ങിക്കൂടുകയായിരുന്നുവെങ്കിൽ ഈ 2026 ഇലക്ഷനിൽ പാലക്കാടിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ ഒതുങ്ങിക്കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊന്നും വലിയ ഇമ്പാക്റ്റ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് അദ്ദേഹം നമ്മുടെ മലബാർ റീജിയനിലേക്ക് പറിച്ചു മാറ്റിയതിനെ തുടർന്ന് മലബാർ റീജിയനിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഷാഫി ഉണ്ടാക്കുന്നൊരു ഓളം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഓളം തന്നെയാണ്. അന്ന് വടകരയിലേക്ക് വരുന്നു, ആളുകൾ എല്ലാവരും അദ്ദേഹത്തെ വരവേൽക്കുന്നു, ഏറ്റെടുക്കുന്നു, അങ്ങനെ നിരന്തരമായ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നു. ആ സമയത്താണ് ഈ ഒരു കാർഡ് വരുന്നത്, കാഫ് സ്ക്രീൻഷോട്ട് വരുന്നത്. കാഫ് സ്ക്രീൻഷോട്ട് ഷാഫി പറഞ്ഞിട്ടാണ് ഇതൊക്കെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ CPM ഹാൻഡിലുകൾ സമർത്ഥിക്കാൻ തുടങ്ങി, അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ ടീച്ചറമ്മ, നമ്മുടെ ശൈല ടീച്ചർ അത് ഏറ്റെടുത്തു. എനിവേ അങ്ങനെയൊക്കെ ഏറ്റെടുത്തപ്പോൾ പോലും അവസാനം കേസും കാര്യങ്ങളൊക്കെ അന്വേഷണമൊക്കെ നടന്നപ്പോൾ ഫൈനലി ഇത് ചെയ്തത് CPM ഹാൻഡിലുകൾ തന്നെയാണ് എന്നുള്ള ഒരു തീർപ്പിലേക്കാണ് എത്തിയത്. പിന്നെ അതിനുശേഷം അന്ന് ഏകദേശം 1,15,756 വോട്ടോ, 1,00,000 അത്രയും അധികം വോട്ടിനാണ് ആക്ച്വലി ടീച്ചറമ്മ എന്ന് പറയുന്ന സോ കോൾഡ് LDFന് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മികച്ച കാൻഡിഡേറ്റിനെ ആക്ച്വലി ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തുന്നത്. അതോടുകൂടി ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിനെ കരടാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ആക്ച്വലി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ലൊരു സെക്കുലർ മുഖമുള്ള ഒരു ഫേസ് ഉള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. പക്ഷേ അദ്ദേഹത്തെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയായി മാത്രം ഒതുക്കി തീർത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷമായ വോട്ടുകളൊക്കെ സ്വായത്തമാക്കാനുള്ള ശ്രമമായിരുന്നു പിന്നീട് LDF നിരന്തരമായി നടത്തിയിരുന്നത്. അപ്പോൾ ഷാഫിയെ നിരന്തരമായി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കോൺഗ്രസ് ലീഡേഴ്സൊക്കെ ഷാഫിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഷാഫിയെ ഡിഫെൻഡ് ചെയ്യാനും രംഗത്ത് വന്നത് മാത്രമല്ല, ഷാഫിയുടെ ഗ്രാഫ് ഡേ ബൈ ഡേ ആയി ഇങ്ങനെ ഉയർന്ന് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പേരാമ്പ്രയിൽ വെച്ചിട്ടാണ് ഷാഫി പറമ്പിലിനെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് അതിനെ തുടർന്ന് പേരാമ്പ്രയിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പേരാമ്പ്ര 10-30 കൊല്ലം LDF ഭരിച്ചിരുന്ന CPMൻ്റെ ഒരു കുത്തക വാർഡായിരുന്നു, കുത്തക പഞ്ചായത്തായിരുന്നു. അത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഷാഫി പറമ്പിലിനെ എതിരെ പ്രഹരിക്കുന്ന ഓരോ അമ്പും വില്ലുമൊക്കെ ആക്ച്വലി അത് തിരിച്ചു പതിക്കുന്നത് CPMൻ്റെ ഹാൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ ഒരു എന്താ പറയുക, മുസ്ലിം മൈനോറിറ്റി മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വിലയിരുത്താനുള്ള ശ്രമമാണ് നമ്മുടെ ഇടതുപക്ഷ ഹാൻഡിലുകൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമായി, അതിൻ്റെ ഒരു ടൈലൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ അവസാനമായിട്ട് വന്ന ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം ഏകീകരണത്തിനുമാണ് ശ്രമിക്കുന്ന ലീഡറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൻഡോ അഗസ്റ്റിൻ വന്നത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിവേ അങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും അതിനെ തുടർന്ന് ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള വർഗീയത പറയുന്ന വല്ല ക്ലിപ്പുകളോ വീഡിയോസോ മറ്റോ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാലത്തോളം ഷാഫി പറമ്പിൽ സത്യത്തിൽ നമ്മുടെ മലബാർ റീജിയനിൽ ഉണ്ടാക്കുന്ന ഓളം സത്യത്തിൽ CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മുടെ കാലങ്ങളായിട്ട് LDFന് 30,000, 20,000-ത്തിലധികം ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളായിരുന്നു കോഴിക്കോടിലെ മിക്ക മണ്ഡലങ്ങളും. അതിന് ബേപ്പൂരാണെങ്കിലും, അതുപോലെ നമ്മുടെ AK ശശീന്ദ്രൻ മത്സരിക്കുന്ന എലത്തൂരാണെങ്കിലും, അതുപോലെ ഇനി അവിടെ അതല്ലാത്ത പേരാമ്പ്ര നമ്മുടെ LDFൻ്റെ കൺവീനർ മത്സരിക്കുന്ന മണ്ഡലം, ഇതൊക്കെ ഒരു 20, 30, 25, 25,000-30,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ ഒരു ക്രൗഡ് പുള്ളർ ഉണ്ടാക്കിയ ഓളം അത് ചില്ലറയല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിൻ്റെ പേരിൽ UDFന് ആക്ച്വലി അവിടെ ആൾറെഡി ലീഗിൻ്റെ 2-3 സീറ്റ് ആൾറെഡി ഉണ്ട്. അവിടെ നമ്മുടെ സൗത്ത് കോഴിക്കോട് സൗത്തൊക്കെ മിക്കവാറും ഇത്തവണ IUML നേടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിവേ
INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ ഡെഫിനറ്റ്ലി അവിടെ സീറ്റ് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ഷാഫി ഇമ്പാക്റ്റ്. ആൾറെഡി ഒരു പൊളിറ്റിക്കൽ വാക്കം അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനു പുറമെ ഒരു ഷാഫി ഫാക്ടർ കൂടി അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി CPM എന്ന പാർട്ടിയെ അല്ലെങ്കിൽ LDF എന്ന മുന്നണിയെ അത് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള സന്ദീപ് വാര്യർ മത്സരിച്ച കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലും കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി VD സതീശൻ പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് ഹാൻഡിലുകൾ പ്രതീക്ഷിക്കുന്ന 85, 90, 100 അതിലധികം സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിലേക്കുള്ള ഒരു കടന്നുവരവിന് UDF കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിഷ്യറി ആയിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഫലത്തിലേക്ക് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലീഡറായിട്ട് ഷാഫി പറമ്പിൽ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇനി മെയ് 4 വരെ നമ്മൾ പ്രതീക്ഷിക്കാം, ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ കാണാം. അപ്പോൾ എനിക്ക് CPM ഹാൻഡിലുകളോടും LDF ഹാൻഡിലുകളോടും പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ശക്തമായ സംഘടനാ സംവിധാനമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്. മറിച്ച് അവർ ഓരോ നേതാക്കന്മാരും ഓരോ ലീഡേഴ്സിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ VD സതീശനെ നിരന്തരമായിട്ട് നുണേശൻ എന്ന് പറഞ്ഞ് VD സതീശൻ നിരന്തരമായി ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് VD സതീശൻ ആക്ച്വലി കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടുത്തൊരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് മാറിയത്. അതിന് പകരം ചെന്നിത്തലിനെയും VD സതീശനെയും ഒന്നും ഉയർത്തിക്കൊണ്ടുവരാതെ കോൺഗ്രസിൽ ആൾറെഡി KC വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒക്കെ ആ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു മത്സരം നടത്തുന്നുണ്ട് എന്നാണ് കേട്ടറിവ്. അപ്പോൾ ആ സമയത്താണ് CPM ഹാൻഡിലുകളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ VD സതീശൻ ടാർഗറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും VD സതീശൻ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? VD സതീശൻ ഒരു ഫിഗറായി മാറുകയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു മുഖമായി മാറുകയാണ് ചെയ്തത്. അതേ ഒരു സാഹചര്യം തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഒന്നുകൂടി നല്ല രാഷ്ട്രീയം പറയാനും നല്ല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും ഒരു നല്ല നമ്മുടെ പൊളിറ്റിക്സ് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണമൊന്നും ഇല്ലാത്ത ഒരു നല്ല പൊളിറ്റിക്സ് പറയാനും കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷവും CPM ഹാൻഡിലുകളും മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഓൾ.